എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്വസ്റ്റ്യൻ: ദ മെയിൻ സൈറ്റ് ഓഫ് ആക്ഷൻ ഓഫ് പാരസെറ്റാമോൾ ഈസ്. ഓപ്ഷൻസ്: പെരിഫറൽ ടിഷ്യൂസ്, സ്പൈനൽ കോഡ്, സെറിബ്രൽ കോർട്ടെക്സ്, ഹൈപ്പോതലാമസ്. ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പാരസെറ്റാമോൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുകയും അതേപോലെ തന്നെ വിതൗട്ട് പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഡ്രഗാണ്. ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് പാരസെറ്റാമോൾ എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഡ്രഗ് ആണോ അല്ലയോ എന്നുള്ളതാണ്. പാരസെറ്റാമോൾ സേഫ് ആയിട്ടുള്ള ഡ്രഗ് തന്നെയാണ്, പക്ഷെ അതിനൊരു ഡോസേജ് ലിമിറ്റും ഉണ്ട്. അത് ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് ടോക്സിക് ലെവലിലേക്ക് വരാം. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം ഒരു 4 ഗ്രാമിൽ കൂടുതൽ പാരസെറ്റാമോൾ ഒരു ദിവസം എടുക്കുന്നത് ലിവർ ടോക്സിസിറ്റിക്ക് കാരണമാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, മോർ ദാൻ 3 പെഗിൽ കൂടുതൽ ആൽക്കഹോള് ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം ലിവറിന് ഡാമേജ് ഉണ്ടാക്കാമോ അത്രയും ബുദ്ധിമുട്ടാണ് 4 ഗ്രാമിൽ കൂടുതൽ പാരസെറ്റാമോൾ ഒരു ദിവസം ഉപയോഗിച്ചാൽ വരുന്ന ലിവറിന് വരുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഒരു സഡൻ ഷട്ട് ഡൗൺ എന്ന് പറയുന്ന ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 16 ഗ്രാമിൽ കൂടുതൽ പാരസെറ്റാമോൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ദെൻ മരണം വരെ സംഭവിച്ചേക്കാവുന്ന കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത് ഏകദേശം ഒരു 32 ഗ്രാം പീമോൾ ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാരസെറ്റാമോളിന് ഇത്രമാത്രം എഫക്റ്റുകൾ ഉണ്ട് എന്നുള്ള ഒരു ധാരണ കൂടി നമുക്ക് മനസ്സിലാക്കണം. ഇതൊരു ആന്റിപൈററ്റിക് മെഡിക്കേഷൻ എന്നുള്ള രീതിയിലായിരുന്നു ഉപയോഗിച്ചു വന്നത്. ആന്റിപൈററ്റിക് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ റെഗുലേഷൻ ആണ്. ഇതിൽ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷൻ നിലനിൽക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷ്യസ് ഏജന്റ് പ്രവേശിക്കുന്ന സമയത്ത് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന കോർ പോയിന്റ് ഏകദേശം 39 ഡിഗ്രി ആയിട്ട് സെറ്റ് ചെയ്ത് ഹൈപ്പോതലാമസ് കീപ്പ് ചെയ്യുമ്പോൾ അവിടേക്ക് പാരസെറ്റാമോൾ എന്ന് പറയുന്ന ഡ്രഗ് എത്തുകയും പ്രോസ്റ്റാഗ്ലാൻഡിനെ ബ്ലോക്ക് ചെയ്യുകയും, പ്രോസ്റ്റാഗ്ലാൻഡിനാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഇഫക്റ്റ് ചെയ്യുന്നത്. പ്രോസ്റ്റാഗ്ലാൻഡിനെ ബ്ലോക്ക് ചെയ്യുകയും വീണ്ടും ടെമ്പറേച്ചർ താഴേക്ക് കൊണ്ടുവരികയും ചെയ്യും. താഴേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം ലെവലിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് പാരസെറ്റാമോൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ പാരസെറ്റാമോളിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു പരിധി വരെ ഒരുപാട് ഡ്രഗ്സും അതേപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിനെ ഒന്നും തന്നെ ബ്രെയിനിലേക്ക് കടത്തിവിടാറില്ല. അവിടെ ഒരു ബാരിയർ ഉണ്ട്, ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഇത് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് പാരസെറ്റാമോൾ എന്ന് പറയുന്നത്. ഇതിന്റെ ആക്ഷൻ CNS-ലാണ്. CNS-ലുള്ള പ്രോസ്റ്റാഗ്ലാൻഡിനെ മാത്രമാണ് ഇത് ബ്ലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ആന്റിപൈററ്റിക് ആക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ അനാൽജസിക് എഫക്റ്റ് ഉണ്ട്. അനാൽജസിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റാഗ്ലാൻഡിന്റെ ഒരു ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഈ ക്ലാവ് പിടിച്ച് കിടക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ വൃത്തിയാക്കൽ നടത്തുക എന്ന് പറയത്തില്ലേ, അതേപോലെ തന്നെ പെയിൻ റെസപ്റ്റേഴ്സിനെ എല്ലാം തന്നെ പോളിഷ് ചെയ്ത് അത് വളരെ വിസിബിൾ ആയിട്ട് നിർത്തുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിനാണ്. അപ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ റിലീസ് ചെയ്യുകയും അത് പെയിൻ റെസപ്റ്റേഴ്സിനെ വിസിബിൾ ആക്കുകയും ചെയ്യും. അപ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിനെ ബ്ലോക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പെയിൻ റിസപ്ഷൻ നടക്കാതെ വരുന്നു, അത് ഹൈഡ് ചെയ്യപ്പെടുന്നു, മാസ്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് CNS-ൽ മാത്രമാണ് ഇതിന്റെ ഒരു ആക്ഷൻ. അപ്പൊ ഹെഡേക്ക് പോലുള്ള കാര്യങ്ങൾ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അതേസമയം ജോയിന്റ് പെയിൻ, അതേപോലെ ഇൻഫ്ലമേഷന്റെ ഫലമായിട്ട് മസിൽ പെയിൻ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ ഒരു ഇഞ്ചക്ഷൻ പാരസെറ്റാമോൾ എഫക്റ്റീവ് ആവത്തില്ല. കാരണം CNS-ന് വെളിയിൽ പാരസെറ്റാമോളിന് കാര്യമായ ആക്ഷൻ ഇല്ല. അവിടെയും പ്രോസ്റ്റാഗ്ലാൻഡിനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ മറ്റു തരത്തിലുള്ള മെഡിക്കേഷൻസ് കൊടുക്കേണ്ടി വരും. ഇതേ സാഹചര്യം തന്നെയാണ് ഡിസ്മെനോറിയ വരുന്ന സാഹചര്യങ്ങളിൽ പാരസെറ്റാമോൾ എഫക്റ്റീവ് ആവാത്തത്. കാരണം ഇത് CNS-ലാണ് ആക്ട് ചെയ്യുന്നത്. അതേസമയം അതേപോലുള്ള മറ്റു ഡ്രഗ്സ്, മെഫ്താൽ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാൽ പ്രയോജനം ഉണ്ടാകുന്നതിന് കാരണം അത് പ്രോസ്റ്റാഗ്ലാൻഡിനെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ബ്ലോക്ക് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ആ ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻ കുറയുന്നു. അതിന്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും പെയിൻ കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിനെ കണക്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതിന്റെ ആക്ഷൻ മെയിനായിട്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാൽജസിക് ആണ്, ആന്റിപൈററ്റിക് ആണ്, മിനിമൽ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക.
ഒരു ഗ്യാപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇനി മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. എങ്കിലും കുറെ അധികം ആൾക്കാർ അവരുടെ എവാലുവേഷന് വേണ്ടി ബന്ധപ്പെട്ടവർക്കെല്ലാം തന്നെ ഞാൻ ഗൂഗിൾ ഫോം മറ്റു കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. എവാലുവേഷൻ ചെയ്ത് അവർ നല്ല രീതിയിൽ പഠിച്ചു പോകുന്നുണ്ടെന്ന് കരുതുന്നു. പക്ഷേ ഗ്രൂപ്പിലേക്ക് എനിക്ക് വരാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. ഇനി അത് കവർ ചെയ്ത് പോകണം എന്നുള്ള രീതിയിൽ